ഹായ് കൂട്ടുകാരെ, കുട്ടി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ക്ഷമയുടെ മാന്ത്രികത മനസ്സിലാക്കിയ ഒരു കുഞ്ഞു പുഴുവിന്റെ കഥയാണ്. പണ്ടൊരിടത്ത് മനോഹരമായ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. അവിടെയാണ് കോക്കു താമസിച്ചിരുന്നത്. കോക്കു ആരാണെന്നറിയാമോ? ചിത്രശലഭത്തിന്റെ മുട്ട വിരിഞ്ഞുണ്ടായ ഒരു കുഞ്ഞിപ്പുഴു. ഒരു സുന്ദരനായ ചിത്രശലഭമായി പറന്ന് നടക്കുക എന്നതായിരുന്നു അവന്റെ സ്വപ്നം. പൂക്കൾ തോറും പാറി പാറി നടക്കുന്ന ചിത്രശലഭങ്ങളെ കണ്ട് അവൻ ചിന്തിക്കും, എന്ത് ഭംഗിയാണ് ഇവർക്ക്, എന്നാണ് എനിക്കും ഇങ്ങനെ പറക്കാൻ കഴിയുക? ഇഴഞ്ഞു നടക്കുന്നതിൽ കോക്കു ഒട്ടും തൃപ്തനല്ലായിരുന്നു. എത്ര നാൾ ഞാനിങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങേണ്ടി വരും? ആരോട് പറയും? ആര് കേൾക്കും? ഒരു ദിവസം അവൻ ഇലകൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തൊട്ടടുത്ത് ഒരു ചിത്രശലഭം തേൻ കുടിക്കുന്നത് കണ്ടു. ധൈര്യം സംഭരിച്ച കോക്കു അതിനടുത്തേക്ക് ഇഴഞ്ഞു ചെന്ന് ചോദിച്ചു, എത്ര നാളാകും ഞാനൊരു ചിത്രശലഭമാവാൻ? എനിക്കിപ്പോൾ തന്നെ പറക്കാൻ കൊതിയാകുന്നു. ഇഴഞ്ഞിഴഞ്ഞ് ഞാൻ മടുത്തു. നീയാള് കൊള്ളാമല്ലോ. ചിത്രശലഭം തുടർന്നു, ആദ്യം ഇലകളൊക്കെ ഭക്ഷിച്ച് നീ നല്ല ആരോഗ്യമുള്ളവനാകണം. പിന്നീട് നീ തനിയെ കൊക്കൂണുണ്ടാക്കി അതിൽ ക്ഷമയോടെ കാത്തിരിക്കണം. എന്നാൽ മാത്രമേ ചിറകുകൾ വിടർത്തി ഞങ്ങളെപ്പോലെ പറക്കാൻ കഴിയൂ. കാത്തിരിക്കാൻ എന്തൊരു പ്രയാസമാ. നിന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാകും, ചിത്രശലഭം തുടർന്നു. ജീവിത വിജയം ക്ഷമയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതെപ്പോഴും ഓർമ്മ വേണം. മനസ്സില്ലാ മനസ്സോടെ ചിത്രശലഭം പറഞ്ഞതനുസരിക്കാൻ കോക്കു തീരുമാനിച്ചു. പിന്നീടുള്ള ദിവസങ്ങൾ അവൻ കൂടുതൽ ഇലകൾ കഴിച്ച് കരുത്ത് നേടി. ലക്ഷ്യത്തിലേക്കുള്ള തയ്യാറെടുപ്പുകൾ തുടർന്നുകൊണ്ടേയിരുന്നു. കാത്തിരുന്ന് കൊക്കൂൺ അവന്റെ ശരീരത്തിൽ നിന്ന് രൂപപ്പെടാൻ തുടങ്ങി. അങ്ങനെ അവൻ കൊക്കൂണിനകത്തായി. കൊക്കൂണിനകത്തുള്ള ജീവിതം അവന് ദുസ്സഹമായി തോന്നി. അവൻ ആലോചിച്ചു, എന്തൊരു കഷ്ടമാണിത്. ഇനിയും ഞാൻ എത്ര നാൾ ഇങ്ങനെ ഇരിക്കണം? മടുത്തു. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. അവൻ വ്യത്യസ്തമായി ചിന്തിക്കാൻ തുടങ്ങി. ഇതിനകത്ത് ഞാൻ ക്ഷമയോടുകൂടി ഇരുന്നേ മതിയാകൂ. ഒടുവിൽ ഒരു സുപ്രഭാതത്തിൽ ആ അത്ഭുതം സംഭവിച്ചു. കൊക്കൂൺ പൊട്ടി അവൻ പുറത്തു വന്നു. ഇപ്പോൾ അവൻ പഴയ കോക്കു അല്ല, സുന്ദരമായ ചിറകുകളോട് കൂടിയ ചിത്രശലഭമായി മാറിയിരിക്കുന്നു. സന്തോഷം കൊണ്ടവൻ ചിറകുകൾ വീശി സൂര്യപ്രകാശത്തിൽ പറന്നുല്ലസിച്ചു. ക്ഷമയോടെ കാത്തിരുന്നത് എത്ര നന്നായി. കൂട്ടുകാരെ, ശ്രദ്ധിക്കുക. ഏതൊരു കാര്യത്തിനും എടുത്തുചാട്ടം നല്ലതല്ല. ക്ഷമയിലൂടെ മുന്നോട്ടു പോയാൽ മാത്രമേ ആത്യന്തികമായ വിജയം നേടാൻ കഴിയുകയുള്ളൂ. കഥ ഇഷ്ടമായോ കൂട്ടുകാരെ? ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.